എല്ലാവർക്കും ഹോളിവുഡ് കൂട്ടായ്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പറയുന്നത് ടെനറ്റ് സിനിമയെക്കുറിച്ചാണ്. ഏതൊരു സിനിമാ പ്രേക്ഷകനെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന സിനിമ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നോളൻ. കോവിഡ് പാൻഡമിക് മൂലം ഒരുപാട് വട്ടം റിലീസ് ഡേറ്റ് മാറ്റിവെച്ച ഒരു ചിത്രമാണ് ടെനറ്റ്. ഒരുപാട് സിനിമാ പ്രേമികൾ ഒരുപോലെ ഒന്നടങ്കം കാത്തിരുന്ന ഒരു സിനിമ കൂടിയാണിത്. എന്നാൽ നമുക്ക് സിനിമയുടെ റിവ്യൂയിലേക്ക് പോകാം. സയൻസ് ഫിക്ഷൻ എന്ന ജോണറിനെ കയ്യിലിട്ട് അമ്മാനമാടുന്ന ഒരു സംവിധായകനാണ് ക്രിസ്റ്റഫർ നോളൻ. ആ ക്രിസ്റ്റഫർ നോളൻ്റെ ഒരു മാസ്റ്റർ പീസ് ചിത്രമാണ് ടെനറ്റ്. 10 വർഷം കൊണ്ട് നോളൻ ഉണ്ടാക്കി എഴുതിയ ഈ സ്ക്രിപ്റ്റ് അങ്ങനെയൊന്നും മോശമാവില്ല. ജോൺ ഡേവിഡ് വാഷിങ്ടൺ അവതരിപ്പിച്ച കഥാപാത്രം ഒരു പ്രൊട്ടഗോണിസ്റ്റാണ്. ഒരു സ്പൈ ചിത്രം എന്ന രീതിയിലാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. ഒരു ജെയിംസ് ബോണ്ട് സിനിമകളുടെ ടച്ച് ഈ സിനിമയിൽ ഉണ്ടെന്ന് തോന്നി. മൂന്നാം ലോക മഹായുദ്ധം തടയാൻ പ്രൊട്ടഗോണിസ്റ്റായ ജോണിന് കഴിയുമോ ഇല്ലയോ എന്നതാണ് ഈ ചിത്രം. സിനിമ ഒരു സീറ്റഡ് ത്രില്ലർ ആണെന്നതിൽ ഒരു സംശയവുമില്ല. ടൈം ഇൻവെർഷൻ ചെയ്തു പോകുമ്പോഴുള്ള സീനുകളൊക്കെ വളരെ ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ബിഗ് സ്ക്രീനിൽ കണ്ടിരുന്നെങ്കിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം കാഴ്ചവെക്കാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു ടെനറ്റ്. സാധാരണ നോളൻ സിനിമയിൽ കാണുന്ന ഒരു ഇമോഷണൽ ടച്ച് ഈ സിനിമയിൽ കാണാതെ പോയി. ജോൺ ഡേവിഡിൻ്റെ പ്രൊട്ടഗോണിസ്റ്റ് എന്ന കഥാപാത്രം ചിലയിടങ്ങളിൽ പാളിപ്പോയ പോലെ തോന്നി. എന്നാലും സിനിമ അതിനെ കവച്ചു വെച്ചു എന്ന് തന്നെ വേണം പറയാൻ. നായകനൊത്ത വില്ലൻ തന്നെയായിരുന്നു ഈ സിനിമയിലുള്ളത്. എപ്പോൾ എങ്ങനെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റാത്ത വില്ലൻ. പ്രിയ എന്ന കഥാപാത്രം അവതരിപ്പിച്ച ഡിംപിൾ കപ്പാഡിയുടെ അഭിനയവും നല്ലതായിരുന്നു. നല്ല ആക്ഷൻ സീക്വൻസുകളുള്ള ഒരു ചിത്രം. സിനിമ തുടങ്ങി തീരും വരെ പ്രേക്ഷകനെ ത്രില്ലടിപ്പിച്ചിരുത്താൻ മ്യൂസിക് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടും നല്ലൊരു സിനിമ. പറ്റുന്നവർ ഹോം തിയേറ്ററിലിട്ടെങ്കിലും കാണാൻ ശ്രമിക്കുക. ഇൻസെപ്ഷൻ പോലെയോ ഇൻഡർസ്റ്റെല്ലാർ പോലെയോ അല്ല ഈ സിനിമ. അല്പ കോംപ്ലക്സ് ആയ സ്ക്രിപ്റ്റാണ് ടെനറ്റിൻ്റേത്. ഈ സിനിമയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഡീകോഡ് ചെയ്തെടുക്കാനുണ്ട്. ഉദാഹരണത്തിന് റോബർട്ട് പാറ്റിൻസൺ അവതരിപ്പിച്ച കഥാപാത്രമാർ, അതുപോലെ ടൈം ഇൻവെർഷനിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ, ഇതൊക്കെ ഇനിയും കണ്ടുപിടിക്കാനുണ്ട്. ഒരു വെൽ ബാലൻസ്ഡ് സ്ക്രിപ്റ്റ്, കിടിലൻ സിനിമാറ്റോഗ്രഫി, വിഷ്വൽസ്, ഇതെല്ലാം കൂടി ഒത്തുചേരുമ്പോൾ ഉണ്ടായത് ഒരു കിടിലൻ നോളൻ മാജിക്. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ സിനിമ കണ്ടു നോക്കുക. നോളൻ ഫാൻസ് ആണെങ്കിൽ തീർച്ചയായും കാണേണ്ട ചിത്രം. ഇതുപോലുള്ള കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഒരു പുതിയ വീഡിയോ ആയി വരും വരെ ടിൽ ദെൻ ഗുഡ് ബൈ.